Hi everyone, welcome to my new video. My name is Sarafina. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചെറിയ വീഡിയോസ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. ബിക്കോസ് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ബിസിയാണ് ഗൈസ്. എനിക്ക് എക്സാമിൻ്റെ ടൈമൊക്കെയാണ്, അപ്പോൾ പഠിക്കാനുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളായിട്ടൊക്കെ ബിസിയാണ്. NC ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഏറ്റെടുത്ത് പോയി നമ്മൾ കമ്മിറ്റ് ചെയ്ത കുറച്ച് ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഹോസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈമിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിന് ഒരുപാട് ബാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ, നമ്മുടെയൊക്കെ ജീവിതത്തെ തന്നെ, നമ്മുടെ ലൈഫിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്പോയിൽ ചെയ്ത് കളയാൻ കെൽപ്പുള്ള കുറേ ആൾക്കാരുണ്ടാവും. മേ ബി നമ്മുടെ ഫ്രണ്ട്സിനിടയിലാവാം, മേ ബി നമ്മുടെ ഫാമിലിയിൽ തന്നെ ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഇടയിലോ, അല്ലെങ്കിൽ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പെയർ ഗ്രൂപ്പിലോ ആയിരിക്കാം, നമ്മുടെ കോളേജിലോ നമ്മുടെ കൊളീഗ്സിൻ്റെ ഇടയിലോ നെയ്ബേഴ്സിൻ്റെ ഇടയിലോ എവിടെയോ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഒരൊറ്റ പ്രത്യേകതയാണ്. അതായത് അവർ നമ്മളെ കാണുമ്പോഴത്തേക്കിനും നമ്മളോട് ഭയങ്കരമായിട്ട് നമ്മളെ പൊക്കിപ്പറയും. നമ്മളെ പറ്റി തള്ളിമറിക്കാവുന്നിടത്തോളം അവർ നമ്മളെ പറ്റി തള്ളിമറിക്കും. നമ്മളെ പറ്റി പുകഴ്ത്തുക, മുഖസ്തുതി പാടുക എന്നൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും. സോ അങ്ങനെ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിളാണ് ഇവർ ചെയ്യുന്നത്. ബ്ലൈൻഡ് ആയിട്ട് നമ്മളെ പറ്റി അങ്ങ് പൊക്കി പറയാണ്. മേ ബി അത് ഉള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യമായിരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി ആരായാലും നല്ലത് പറയുമ്പോൾ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ പറ്റി സ്ഥിരം ഇവരിങ്ങനെ പൊക്കി പറയാണ്. നമ്മുടെ നെഗറ്റീവ്സ് അത് നെഗറ്റീവാണെന്ന് പോലും അവർ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മളെ പറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ ഇല്ലാത്ത കാര്യം പോലും പറയാം. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം വരെ നമ്മളെ പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബിവെയർ ആയിരിക്കണം. കാരണം നമ്മളോട് നമ്മളുടെ മുന്നിൽ വെച്ച് നല്ലത് പറഞ്ഞിട്ട് അവർ മേ ബി നമ്മളൊന്ന് മാറിക്കഴിയുമ്പോൾ വേറെ ആൾക്കാരുടെ അടുത്ത് പോയി നമ്മളെ പറ്റി റോങ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഗൈസ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊന്ന് അലേർട്ടായിട്ടിരിക്കുക. അവരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരോട് മിണ്ടരുത്, അവരോട് ഒരു കോണ്ടാക്റ്റും വേണ്ട എന്നൊന്നുമല്ല. നമുക്കൊക്കെ ബുദ്ധിയുള്ള മനുഷ്യരല്ലേ. അപ്പം നമ്മൾ കുറച്ച് ബുദ്ധി അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ അവരെന്തെങ്കിലും പറയുമ്പോൾ ജസ്റ്റ് ഓക്കെ കേട്ടു പോയി, അത്രയും മതി. അല്ലാതെ നമ്മളെപ്പറ്റി ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇങ്ങനെ നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇവർ എന്നോട് മറ്റുള്ളവരെ പറ്റി മോശമല്ലേ പറയുന്നത്, അപ്പോൾ എന്നെ പറ്റി ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർ എൻ്റെ അടുത്ത് നിന്ന് മാറി വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എന്നെ പറ്റിയും ഇതുപോലെ നെഗറ്റീവ് ആയിരിക്കത്തില്ലേ പറയുന്നത് എന്നൊന്ന് ചിന്തിക്കുക. ഇതിനെപ്പറ്റി റിലേറ്റ് ചെയ്യുന്ന ഈ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കോട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഇന്ത്യയിലെ ഭാരതത്തിലെ വലിയൊരു സ്കോളറായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ചാണക്യ അല്ലേ. ചാണക്യ എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് ഫിലോസഫർ ഓഫ് ഇന്ത്യ. കൗടില്യ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അർത്ഥശാസ്ത്രമൊക്കെ എഴുതിയ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കുറച്ച് റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് പോലും, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ മോഡേൺ ലൈഫിൽ പോലും ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു കോട്ട് നിങ്ങളുടെ ലൈഫിൽ എന്നും ഉണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും ഒരിക്കലും പറ്റിക്കാനോ ഒരിക്കലും നിങ്ങൾ ഒരു ചതിയിൽ പെടുത്താനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെച്ചാൽ പോരാ, നിങ്ങളത് ആരെങ്കിലും നിങ്ങളെ പറ്റി ഓവറായിട്ട് പൊക്കി പറയുന്നുണ്ട്, എന്നെ പറ്റി നല്ലത് മാത്രമേ ഇവർ പറയുന്നുള്ളൂ, എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് അവർ അറിഞ്ഞു, എന്നിട്ടും അവരെ അത് പറയുന്നില്ല. അത് പറഞ്ഞിട്ട് നീ ചെയ്തത് തെറ്റായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാതെ കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് നിന്നിട്ട് പിന്നെ മറ്റുള്ള ആൾക്കാരെ പറ്റി നമ്മളോട് ഇങ്ങനെ ഗോസിപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയാണ്, എപ്പോഴും നിങ്ങളുടെ പോസിറ്റീവ് മാത്രം പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെപ്പറ്റി നെഗറ്റീവ് പറയാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബിവെയർ ആവുക. അപ്പോൾ ഇനി ഞാൻ ഒട്ടും ലേറ്റ് ആക്കാതെ ആ കോട്ട് എന്താണെന്ന് പറയാം. ചാണക്യൻ അഥവാ അർത്ഥശാസ്ത്രം എഴുതിയ കൗടില്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടുണ്ട്. ആ കോട്ട് ഇങ്ങനെയാണ്: ഇവരെ സൂക്ഷിക്കരുത്. ചാണക്യൻ നമ്മളോട് പറയാണ്, നമ്മെ നേരിൽ കാണുമ്പോൾ മുഖസ്തുതി പറയുകയും പുകഴ്ത്തുകയും ചെയ്യുകയും അല്പസമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ അല്പസമയം മാറി നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ എന്ന് ഭാവിക്കുന്നവരെ ഒരിക്കലും അടുപ്പിക്കരുത്.
കാരണം അവർ മേൽത്തട്ടിൽ പരന്നു കിടക്കുന്ന വെണ്ണയോടും അടിത്തട്ടിൽ വിഷലിപ്തമായ ജലത്തോടും കൂടിയ പാത്രത്തിന് സമാനമാണ്. സോ ഇതാണ് കൗണ്ടില്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും റെലവെന്റ് ആണ് അല്ലെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ചുറ്റിനും ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ പറ്റി എപ്പോഴും പൊക്കി പറയും. നമ്മളെ പറ്റി നല്ലത് പറയുന്നത് നല്ലതാണ്, പക്ഷെ അത് മാത്രം പറയുന്നുണ്ടേ എങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, അവർ മാറി നിന്ന് മറ്റുള്ളവരോട് നമ്മുടെ നെഗറ്റീവ്സും പറയാൻ ചാൻസ് ഇല്ലേ എന്ന് ചിന്തിച്ചു നോക്കുക. സോ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബിവെയർ ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.